എറണാകുളത്തപ്പൻ മൈതാനിയിൽ നടക്കുന്ന 27ാമത് കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവം ജനപങ്കാളിത്തം കൊണ്ട് വൻ വിജയമാവുകയാണ്. നവംബർ 29 മുതൽ ഡിസംബർ 8 വരെ നടക്കുന്ന പുസ്തകോത്സവത്തിൽ സാഹിത്യ സമ്മേളനങ്ങൾ, പുസ്തക പ്രകാശനങ്ങൾ, പുരസ്കാര വിതരണം, സാഹിത്യ കലാമത്സരങ്ങൾ, കലാപരിപാടികൾ, അനുസ്മരണ സമ്മേളനങ്ങൾ തുടങ്ങിയവ വിവിധ വേദികളിൽ നടന്നുവരുന്നു. പ്രമുഖരായ പ്രസാധകരുടെ നിരവധി സ്റ്റാളുകൾ സജീവമാണ്. നമ്മുടെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം എന്ന് പറയുന്നത് കൊച്ചിക്കാരെ സംബന്ധിച്ച് വളരെ ഭാഗ്യമുള്ളൊരു സംഭവമാണ്, സംരംഭമാണിത്. കുറെ കാലങ്ങളായിട്ട് നടന്നു വരുന്നു. കുറെ കാലങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടൊപ്പം പോകാനും സാധിക്കുന്നുണ്ട്. അപ്പൊ എഴുത്തുകാർക്കും പിന്നെ കൂടുതൽ വായനാശീലം വളർത്തുന്ന നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഏറ്റവും പുണ്യമായ ഒരു പരിപാടിയാണിത്. എല്ലാ ആളുകളും ഇതിലേക്ക് പങ്കെടുത്ത് ഇവിടുത്തെ പുസ്തക സ്റ്റാളുകൾ സന്ദർശിക്കുക. പിന്നെ ഇപ്പൊ തന്നെ നിരവധി ഇപ്പൊ ഇവിടെ ബാലസാഹിത്യത്തെ കുറിച്ച് ചർച്ച നടന്നു. സിപ്പി പള്ളിപ്പുറം പോലുള്ള ആളുകളൊക്കെ ആയിരുന്നു. മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ മാനസികാരോഗ്യവും സാമ്പത്തികാരോഗ്യവുമാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് കൊച്ചിൻ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ മനശ്രീ ബുക്സ് അതിൻ്റെ ബുക്ക് സ്റ്റാളിൽ പുസ്തക പ്രദർശനത്തിൽ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ സന്ദർശിക്കുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ മാനസികാരോഗ്യവും സാമ്പത്തികാരോഗ്യവും മെച്ചപ്പെടുത്തുവാനുള്ള നിരവധി പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്. മലയാളികൾ വായന മരവിച്ചവരാണ്, വായന മരിച്ചു എന്നൊക്കെ പ്രസ്താവിക്കുമ്പോഴും ഇത്തരം പുസ്തകമേളകൾ മലയാളികൾക്ക് പുത്തൻ വായനാനുഭവം സമ്മാനിച്ചുകൊണ്ട് പുസ്തക ലോകത്ത് പുതുവെളിച്ചം പകരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ചോദ്യത്തിന് എപ്പോഴും വളരെ ഒരു മറുപടി ഉണ്ടാകും. ആശംസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ